അസ്സലാമലൈക്കും. വെൽക്കം ടു മല്ലു കിഡ്സ് വേൾഡ്. ഇന്നത്തേത് എന്തല്ലെങ്കിൽ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ വന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലാംബ് കിഡ്നിൻ്റെ ഒരു റെസിപ്പി. ഇത് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. പത്തിരിൻ്റെ കൂടെ, പിന്നെ ചപ്പാത്തി പൊറോട്ടൻ്റെ കൂടെ എല്ലാം നല്ല കോമ്പിനേഷന്. പിന്നെ LCHF കീറ്റോ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെ നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ലാംബ് കിഡ്നി നെസ്റ്റ് ഒന്ന് എടുത്ത് നന്നായി ക്ലീൻ ആക്കിയിട്ട് കിട്ടീനെ. പക്ഷേ അമ്മ അതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ വൈറ്റ് പോർഷനെല്ലാം ഇല്ലേ അതെല്ലാം ഒഴിവാക്കിയിട്ട്, അതായത് വെള്ളമെല്ലാം അരച്ച് മാറ്റിയിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം കുറച്ച് പെപ്പറും പിന്നെ ഉപ്പ്, കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പാന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് നന്നായി ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഓരോരോ പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്തിട്ട് കറി ഉണ്ടാക്കുന്നതിനെ കൊണ്ട് നല്ല ടേസ്റ്റാവും. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആൾക്കാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോസിനെ കുറിച്ചുള്ള കമൻസ് എല്ലാം ഒന്ന് കമൻ്റായിട്ട് ഇടണേ. അത് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതിൻ്റെ വെള്ളം കൂടി വറ്റിയിട്ട് വേവലും കുറച്ച് മൊരിയലെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. വേറൊരു ഗ്യാസ് സ്റ്റൗവിൽ നമുക്ക് ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഗരം മസാലയിലെ പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 3 സവാള കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക. സവാളക്ക് പകരം എനിക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയുണ്ട്, അത് ഇട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അത് നന്നായി മൊരിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നത്. നന്നായി മൊരിയുന്ന സമയം കൊണ്ട് നമുക്ക് ആ പാനിലുള്ള പീസസ് വെന്തോന്ന് നോക്കാം. ഏകദേശം വെള്ളം വറ്റിയിട്ട് കുറച്ച് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി മൊരിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ഞാൻ ഇങ്ങനെ ബോട്ടിലാക്കി വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിന് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ എടുത്ത് യൂസ് ചെയ്യാം. ഇപ്പോൾ 1.5 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ പച്ചമുളക് പേസ്റ്റ് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നു. അത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണെല്ലാം ഒന്ന് മാറുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള കുറച്ച് മസാലാസ് എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വറുത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ആ ഒരു കളറ്. പിന്നെ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമുക്ക് എരിവിഷ്ടമാണെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ആ പച്ചമണം പോകുന്നത് മിക്സ് ചെയ്യാം. അതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പീസസ് അതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള മല്ലിച്ചപ്പില്ലേ അതും ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യമുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 1/2 ക്യാപ്സിക്കനായിട്ടിന്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലിടാം. പിന്നെ ക്യാപ്സിക്കം നമുക്ക് ആദ്യം ഇടാം, അതായത് സവാള ഇട്ട സമയത്ത് തന്നെ ആവുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും സെൻഡ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.